dear students, welcome back to my channel, your online Teacher-Malayalam. So, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബിസിനസ് സ്റ്റഡീസിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സോ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബയേഴ്സും സെല്ലേഴ്സും മീറ്റ് ചെയ്യുന്നു, അവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നു അല്ലേ. സോ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഫിനാൻഷ്യൽ ആസറ്റ്സ് എന്തൊക്കെയാണ്? ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺഡ്സ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ആസറ്റ്സ് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ബാങ്ക്സും എന്താണ് അങ്ങനെ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഉള്ള ഒരു നെറ്റ്വർക്ക് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവിടെ ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ഫണ്ട്സ് എല്ലാം നമുക്ക് ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. സോ അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുമാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ഫണ്ട്സ്, അതായത് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് 1 ഇയറിൽ താഴെയുള്ളൂ, അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഇതിലേക്ക് വരുമ്പോൾ നമുക്കെന്താണ്, ഈ കമ്പനീസിനൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അത് മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നത് ഏത് മാർക്കറ്റിലൂടെയാണ്? മണി മാർക്കറ്റിലൂടെയാണ് വരുന്നത്. സോ അതിൽ നമുക്ക് ഫോക്കസ് ചെയ്തില്ല, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് കൂടി പഠിക്കാനുണ്ട്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് 5 ടൈപ്പാണ് വരുന്നത്, 5 എണ്ണമാണ് വരുന്നത്. ഒന്ന് ട്രഷറി ബില്ല്. ട്രഷറി ബില്ലിന് ടി ബിൽ, സീറോ കൂപ്പൺ ബോൺഡ്സ് എന്നൊക്കെ പറയും. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് RBI ഇഷ്യൂ ചെയ്യുന്നതാണ്. മെച്യൂരിറ്റി പീരീഡ് 1 ഇയറിൽ താഴെയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഷോർട്ട് ടേം ബോറോയിങ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ട്രഷറി ബിൽ എന്ന് പറയുന്നത്. പ്രോമിസറി നോട്ട്സ് ആണ്, ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. ദെൻ ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഫേസ് വാല്യൂലും താഴെ ഒരു പ്രൈസിനും ആൻഡ് റീപെയ്ഡ് അറ്റ് പാർ. ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇഷ്യൂ പ്രൈസും റിഡംഷൻ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെ ഡിസ്കൗണ്ട് എന്ന് പറയും. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 1,00,000 രൂപ ഫേസ് വാല്യൂ ഉള്ളൊരു ട്രഷറി ബില്ലാണെന്ന് വിചാരിക്കുക. ഗവൺമെൻറ് അത് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഇഷ്യൂ ചെയ്യാൻ മീൻസ് ഗവൺമെൻറ്റിന് ആ പൈസ വേണം. ആ ഒരു പൈസ തരുന്ന ആൾക്ക് എന്താണ് ഈ പറയുന്ന ട്രഷറി ബില്ല് കിട്ടുക ചെയ്യുന്നത് 1 വർഷത്തേക്കായിട്ട്. അപ്പോൾ ഗവൺമെൻറ് 1,00,000 രൂപയുടെ ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നത് ഫേസ് വാല്യൂവിലും താഴെ, ചിലപ്പോൾ ഒരു 80,000 രൂപക്കോ ആണെന്ന് വിചാരിക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിയുമ്പോൾ ഗവൺമെൻറ് ആ പൈസ തിരിച്ചു തരും അല്ലേ, ആ ട്രഷറി ബില്ലിൻ്റെ എമൗണ്ട് അയാൾക്ക് തിരിച്ചു തരും. ഷോർട്ട് ടേം ബൊറോയിങ്സ് ആണല്ലോ, തിരിച്ചു കൊടുക്കണമല്ലോ. സോ തിരിച്ചു കൊടുക്കുമ്പോൾ എന്താ, അറ്റ് പാറാണ് തിരിച്ചു കൊടുക്കുന്നത്. 80,000 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തെങ്കിൽ കൂടി അതിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്? 1,00,000 രൂപയില്ലേ, 1,00,000 രൂപയ്ക്ക്. സോ ആ ഒരു എന്താണ് അവിടെ ആ ഒരു ഡിഫറൻസ് ഇല്ലേ. ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് 80,000, അത് റിഡംഷൻ വാല്യൂ, അത് തിരിച്ചു കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1,00,000. അവിടെ ഒരു 20,000 ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ആ ഒരു ഡിഫറൻസിന് ഡിസ്കൗണ്ട് എന്ന് പറയും. ഓക്കെ. ദെൻ മറ്റൊരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് വെച്ചാൽ അൺസെക്യൂർഡ് ആണ്, സെക്യൂരിറ്റീസ് ഒന്നും ഇതിൽ ലിങ്ക് ചെയ്തിട്ടില്ല. പ്രോമിസറി നോട്ടാണ്, പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നു. മെച്യൂരിറ്റി പീരീഡ് 15 ദിവസം മുതൽ 1 ഇയർ വരെയാണ് വരുന്നത്. സോ ഇത് അൺസെക്യൂർഡ് ആയതുകൊണ്ട് തന്നെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനീസിന് മാത്രമേ എന്ത് പറ്റുള്ളൂ, കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഷോർട്ട് ടൈം ബോറോയിങ്സിന്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സും അതുപോലെ മ്യൂച്വൽ ഫണ്ട്സൊക്കെയാണ് ഈ ഇൻസ്ട്രുമെൻറ്റ്സിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഫ്ലോട്ടിംഗ് കോസ്റ്റ്, ബ്രോക്കറേജ്, അഡ്വർടൈസിങ്, ഇങ്ങനെയുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതൽ കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ മറ്റൊരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് കോൾ മണി. കോൾ മണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബാങ്കുകൾ തമ്മിൽ വരുന്ന, ഒരു ബാങ്കിൻ്റെ കുറച്ച് പൈസ കുറവുണ്ട്, കുറച്ച് ഷോർട്ടേജ് ഉണ്ട്, മറ്റു ബാങ്കിൽ സർപ്ലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സർപ്ലസ് ഉള്ള ബാങ്ക് ഷോർട്ടേജ് ഉള്ള ബാങ്കിന് എന്ത് ചെയ്യും, കടം കൊടുക്കും. കടം കൊടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കില്ല അല്ലേ. സോ അതിന് എന്തുണ്ട്, ഒരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ആ ഇൻട്രസ്റ്റിനെ കോൾ റേറ്റ് എന്ന് പറയും. ദെൻ ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് 1 ദിവസം മുതൽ 15 ദിവസം വരെയാണ്. അതിനുള്ളത് മെച്യൂർഡ് ആകുന്നതാണ്. ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺസെക്യൂർഡ് ആണ്, നെഗോഷ്യബിൾ ആണ്, ഷോർട്ട് ടൈം ഇൻസ്ട്രുമെൻ്റ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാമാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് 3 മുതൽ 12 മാസം വരെയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതും ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത് പാറിലാണ്, അറ്റ് പാർ റെഡീം ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് ആണ് കൊമേഴ്ഷ്യൽ ബില്ല് അല്ലെങ്കിൽ ട്രേഡ് ബില്ല്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സും ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇഷ്യൂ ചെയ്യുന്നത്. ഷോർട്ട് പീരീഡിലേക്കാണ്, നെഗോഷ്യബിൾ ആണ്. ക്രെഡിറ്റ് സെയിൽസ് എല്ലാം ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൊമേഴ്ഷ്യൽ ബില്ല് ഇഷ്യൂ ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ ബില്ലിൽ ഒരു ഡ്രോവറും ഡ്രോവി ഉണ്ടാകും. ഈ കൊമേഴ്ഷ്യൽ ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ട്രേഡ് ബില്ലായിട്ട് മാറാണ്. സോ ഇതാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാനുള്ളത്.
ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ മീനിങ് ആണ് പഠിക്കാനുള്ളത്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ഇൻസ്ട്രുമെൻസിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ് ബൈ വിച്ച് സേവിങ്സിനെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിലേക്ക് ഇങ്ങനെ വഴിതിരിച്ച് വിടുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലൂടെയാണ്. ഓക്കെ, സോ ക്യാപിറ്റൽ മാർക്കറ്റിൽ എങ്ങനെയാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്? ഇവിടെയുള്ള സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ് ഇതൊക്കെ ഇഷ്യൂ ചെയ്തുകൊണ്ടായിരിക്കും ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പഠിക്കാനുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിഫറൻസ് ആണ് കേട്ടോ. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ആണ്, മെച്യൂരിറ്റി പീരീഡ് 1 ഇയറിൽ താഴെയാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മീഡിയവും അതുപോലെ ലോങ് ടേമും ഇവിടെ വരും, 1 ഇയറിൽ കൂടുതലുള്ളതാണ്. പർപ്പസ് പറയുകയാണെങ്കിൽ മണി മാർക്കറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സിന് വേണ്ടിയിട്ടാണ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഫിക്സഡ് ക്യാപിറ്റൽ നീഡ്സിന് വേണ്ടിയിട്ടാണ്. ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ് മണി മാർക്കറ്റിലെ? ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ട്രഷറി ബിൽ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഒക്കെ. ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ് എല്ലാം. ദെൻ നേച്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ മണി മാർക്കറ്റ് ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ്. ലാർജ് ഫേസ് വാല്യൂ ഉള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് ഒരു റീറ്റെയിൽ മാർക്കറ്റാണ്. പാർട്ടിസിപ്പൻസ് പറയുകയാണെങ്കിൽ മണി മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് സെൻട്രൽ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്, അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ. ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, മെർച്ചൻറ്റ് ബാങ്ക്സ്, ഇഷ്യൂ ഹൗസ് ഒക്കെയാണ് ഇതിൽ വരാം. മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മണി മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റ്സിന് സെക്കൻഡറി മാർക്കറ്റിൽ റോളില്ല, സെക്കൻഡറി മാർക്കറ്റിലില്ല. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവിടെ പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഹാവ് ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ദെൻ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് അതിലെ ട്രാൻസാക്ഷൻസ് കൂടുതൽ ടെലിഫോണിലൂടെയും മറ്റുമാണ് നടക്കുന്നത്. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റിലെ ട്രാൻസാക്ഷൻസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് നടക്കുന്നത്. മണി മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് RBI ആണ്, ക്യാപിറ്റൽ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് SEBI ആണ്. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. ലാസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നുള്ളതാണ്. സെക്കൻഡറി മാർക്കറ്റാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് കമ്പനീസ് ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതാണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട്, സെക്യൂരിറ്റീസ് വാങ്ങാനും വിൽക്കാനുള്ള ആളുകളുണ്ടാകും. ദെൻ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാം? ബ്രോക്കേഴ്സിന് മുഖേന ഈ സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. സെക്കൻഡറി മാർക്കറ്റിനെ തന്നെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണെന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫംഗ്ഷനും നമുക്ക് പഠിക്കണം. സോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ് ഇവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഷെയർസൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ചെന്ന് അവിടെ നിന്ന് നമ്മൾ ഈ ലേലത്തിനൊക്കെ വിളിച്ചെടുക്കില്ലേ, ഓപ്ഷൻ പോലെയായിരുന്നു. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ബ്രോക്കറിൻ്റെ മുഖേന നമുക്ക് എന്ത് ചെയ്യാം? സെക്യൂരിറ്റീസ് വാങ്ങും വിൽക്കുകയൊക്കെ ചെയ്യാം ഓൺലൈനായിട്ട് തന്നെ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി ആൻഡ് മാർക്കറ്റബിലിറ്റി ടു ദ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ്സിന് കൂടുതൽ ലിക്വിഡിറ്റി ഉറപ്പ് വരുത്താണ്. ഇപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിന് എന്തെങ്കിലും പൈസയുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിന് സ്ഥാപനങ്ങൾക്ക് പൈസയുടെ ആവശ്യം വരുമ്പോൾ ഇവിടെ സെക്യൂരിറ്റീസ് വാങ്ങാൻ വിൽക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റിയുടെ പ്രൈസിന് നമ്മൾ ഇഷ്യൂ പ്രൈസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഒരെണ്ണത്തിന് 100 രൂപ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. പക്ഷേ അത് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ കിടന്ന് തന്നെ അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആകും. സോ പ്രൈസിങ് ഓഫ് സെക്യൂരിറ്റീസ് ഒരു ഫംഗ്ഷനാണ്. സേഫ്റ്റി ഓഫ് ട്രാൻസാക്ഷൻസ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡീലിങ്സിൽ സേഫ്റ്റിയും ഫെയർ ആയിട്ടുള്ള ഡീലിങ്സ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്. എക്കണോമിക് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യില്ലേ? ക്യാപിറ്റൽ ഫോർമേഷന് സഹായിക്കുന്നതിലൂടെ എക്കണോമിക് ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്സും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് എഫക്റ്റീവ് മെഷേഴ്സും ടേക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പെക്കുലേഷനും ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഊഹം, നമ്മൾ പ്രൈസ് കൂടോ കുറയോ എന്നൊക്കെ നോക്കിയിട്ടാണല്ലോ വാങ്ങും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്കണോമിക് ബാരോമീറ്റർ ആണ്. അതായത് ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ്, ഇപ്പോൾ ഗവൺമെൻറ് മാറി വരുന്നതോ അല്ലെങ്കിൽ പുതിയൊരു ലോ കൊണ്ടുവരുന്നതോ ബിസിനസ് കണ്ടീഷൻസ്, ഇതൊക്കെ എന്തിനെ അഫക്റ്റ് ചെയ്യും? സ്റ്റോക്ക് പ്രൈസസിനെ അഫക്റ്റ് ചെയ്യും. സോ ഒരു എക്കണോമിക് ബാരോമീറ്റർ കൂടിയാണ്, ഇൻഡിക്കേറ്റർ കൂടിയാണ് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസ് വരുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ഏരിയ പ്രകാരം പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.